അതാ തൊട്ടടുത്ത ദിവസം ഇലക്ഷന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, കോലാഹലങ്ങൾ പലതും വരാൻ പോകുന്നു. പടക്കമെത്ര പൊട്ടാനുണ്ട്. ചെറുപ്പക്കാരാ മുഅ്മിനേ, നിനക്കൊരു രാഷ്ട്രീയമുണ്ട്, എനിക്കറിയാം, കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഈമാനില്ലാതെ മരിച്ചു പോകുന്ന രൂപത്തിൽ മറ്റുള്ളവന്റെ പച്ചറച്ച് തിന്നുന്ന പാട്ടുപാടി കൂക്കി വിളിച്ച് നീ ഇഷ്ടപ്പെട്ട ആള് ജയിക്കുമ്പോൾ, അപ്പുറത്തുള്ള പ്രതിപക്ഷത്തുള്ള മത്സരിച്ച ആളിനെ തെറി വിളിക്കുമ്പോൾ, അവന്റെ വീട്ടിലേക്ക് പടക്കമറിയുമ്പോൾ, അവന്റെ മക്കളെ തെറി വിളിക്കുമ്പോൾ, അവന്റെ ഭാര്യയെ ആക്ഷേപിക്കുമ്പോൾ, അവന്റെ തറവാടിനെ തന്നെ തെറി വിളിക്കുമ്പോ, മോനെ നീയും ഒരു കഫൻ തുണിയിൽ കയറാനുള്ള ആളാണ്. അതുകൊണ്ട് സംസ്കാരം വിട്ടുപോകല്ലേ. മാത്രമല്ല, ജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്ന ജയിക്കുന്ന വാർഡ് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ ഏത് വലിയ സ്ഥാനം വഹിക്കുന്ന ആളാണെങ്കിലും ആ ജയിച്ച അതേ പോയിന്റിൽ ചിന്തിക്കേണ്ടത് തനിക്ക് എതിരെ നിന്ന് മത്സരിച്ച ആളിന്റെയും മെമ്പറാണ് ഞാൻ. എന്റെ പാർട്ടിക്ക് മാത്രം ഒപ്പിട്ട് കൊടുത്താൽ പോരാ. എന്റെ പാർട്ടിയുടെ ആള്, എനിക്ക് വോട്ട് പിടിക്കാൻ നടന്ന ആള് പഞ്ചായത്ത് ഓഫീസിൽ വരുമ്പോ അയാളെ മാത്രം എനിക്ക് പരിഗണിച്ചാൽ പോരാ. റബ്ബെന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒരുപക്ഷെ ആള് കൂടുതലായതുകൊണ്ട് മത്സരങ്ങൾ കങ്കേമമായേക്കാ. പക്ഷേ ഈമാനുള്ള മുഅ്മിനെ ഓർമ്മപ്പെടുത്തുകയാണ്, ജയിച്ചാൽ നിനക്കെതിരെ മത്സരിച്ചവരുടെ മുഴുവനും മെമ്പറാണ് ആ ദിവസം. ആ ടൈം മുതൽ അവന്റെ കാര്യങ്ങളും പരിഹരിച്ചില്ലെങ്കിൽ അല്ലാഹു നിന്നെ പിടിച്ചു നിർത്തും. അതാണ് ഇസ്ലാം, അതാണ് അല്ലാഹുവിന്റെ ദീൻ. കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊൽ അൻ റഇയതിഹി, കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോ ഉത്തരവാദിത്വവും അല്ലാഹു ചോദിക്കും ഭരണാധികാരിയോട്. അതുകൊണ്ട് അശ്ലീലതകൾ വിളമ്പല്ലേ. നിനക്ക് ആവശ്യമായ സന്തോഷങ്ങൾ നിലനിർത്തുന്നതിന് ഇസ്ലാം തടസ്സമല്ല. അതിൽ അസഭ്യവർഷത്തിന്റെ തെറിവിളി ഉണ്ടാകല്ലേ. പന്തം കൊളുത്തി പ്രകടനം നടത്തി നീ അതാ നിന്റെ സ്ഥാനാർത്ഥിയെ തോളിലേറ്റിയിട്ട് ആക്ഷേപത്തിന്റെ മുനമ്പുള്ള വാക്കുകൾ പറയല്ലേ. കാരണം ആ സ്ഥാനാർത്ഥി ഭരണം നടത്തുമോ അല്ലാഹുവിന്റെ ഖദാണ്. കാരണം അതാ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഇലക്ഷന് മുമ്പ് മരണപ്പെട്ട വാർത്തകൾ നമ്മൾ വായിച്ചില്ലേ. അതുകൊണ്ട് അഹങ്കരിക്കല്ല മോനെ. ശ്വാസനിശ്വാസത്തിന്റെ അളവുകൾ വരെ അല്ലാഹുവിന്റെ അടുത്താണ്, നമുക്ക് അവകാശമില്ല. പടച്ചവനെ, നല്ല റാഹത്തുള്ള ജീവിതവും ബറക്കത്തുള്ള മരണവും നൽകണേ അല്ലാഹ്.